മാഡ്നസ് മാത്രമല്ല ഗൈസ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് രേവതി തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പം ഫഫബയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളിപ്പം ഇവിടെ ചെറിയൊരു റിവ്യൂവും കാര്യങ്ങളും എടുക്കാനായിട്ട് വന്നതാണ്. ഞാനും ഇപ്പം ബിജോയും നമ്മുടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. സിനിമ കണ്ടു. സിനിമയുടെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ചെയ്യുന്നതായിരിക്കും. ഗൈസ് എടാ എങ്ങനെയുണ്ട് പാടം? എന്റർടൈൻമെന്റ്, ഫുൾ എന്റർടൈൻമെന്റ്. പക്ഷെ പാട്ടൊക്കെ നെഗറ്റീവ് റിവ്യൂ ഒക്കെ പറഞ്ഞു. പക്ഷെ തിയേറ്റർ ഫുള്ള് ഡാൻസ് കളി പരിപാടിയായിരുന്നു. ദിലീപിന്റെ ഒരു കംബാക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? സൂപ്പർ എന്റർടൈൻമെന്റ്, അടിച്ചോളിയാ, ഫുൾ അടിച്ചോളി കേട്ടോ. പടം മൊത്തം ജനപ്രിയ നായകന്റെ ഒരു പഴയ കുറെ സംഭവം കൊണ്ടുവരുന്നുണ്ട്. രസമുണ്ട് കണ്ടില്ല. പഴയ കുറെ ഉണ്ട്, കുറെ ചിരിക്കാനൊക്കെ ഉണ്ട്. ഈ മാഡ്നസ് എന്ന് പറഞ്ഞത് അത് കംപ്ലീറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു സാമൂഹികമായിട്ട് പറയുവാണെങ്കിൽ ഒരു വട്ടൻ എന്നുള്ള ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് എന്ത് ലോജിക്കും ഇല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഫീൽ ഉണ്ടോ ഈ സിനിമ കണ്ടിട്ട്? ഒട്ടും ലോജിക്ക് ഇല്ല, അങ്ങനെയല്ല. പിന്നെ അങ്ങനെയൊക്കെ മാഡ്നസ് ആണ് കൂടുതൽ പറയുന്നെങ്കിലും പടം കൊള്ളാം, എന്റർടൈൻമെന്റ്. ഈ ക്രിസ്മസ് ഒരു ഫാൻ ബേസ് മൂവി ആയിട്ട് തോന്നുന്നുണ്ട്. സാധാരണക്കാർക്ക് എങ്ങനെയാണ് അതാണ് അറിയേണ്ടത്. ഫാമിലി ആയിട്ട് വരുമ്പോൾ അത്രയ്ക്ക് വർക്ക് ആവണമെന്നില്ല. പിന്നെ മോഹൻലാലിന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാലിന് കുറെ ഐറ്റം പഴയ പടത്തെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പടത്തെ പറ്റി എന്താ അഭിപ്രായം? പടം എന്ന് പറയാനായിട്ട് ദിലീപും മോഹൻലാലും കളിച്ച് തകർത്ത് കണ്ട് നമ്മൾ ഞാനൊക്കെ ആ പാട്ടിന്റെ സമയത്ത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇന്ന് ഡേ 1 സിനിമ സാധാരണക്കാർക്ക് എങ്ങനെ പറ്റും കാണാൻ? എങ്ങനെ ആയിരിക്കും സാധാരണക്കാർ എല്ലാവരും കാണാൻ പറ്റും? കോമഡി എന്ന് പറഞ്ഞാൽ കോമഡി ഉണ്ട്, മാസം എന്ന് വെച്ചാൽ മാസം എൻഗേജിങ് ആണോ? സ്റ്റോറി എൻഗേജിങ് ആണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ സ്മൂത്ത് ആയിട്ട് കണ്ടുകൊണ്ട് പോകും. കോമഡി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി കോമഡി. മോഹൻലാലിന്റെ ഒരു അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാലിന്റെ അഭിനയം എന്ന് പറയുമ്പോൾ മോഹൻലാല് ആക്ടിങ് അറിയാലോ, അത് തന്നെ. ദിലീപിന്റെ ഒരു കംബാക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? കംബാക്ക് ഈസി ആയിട്ട് പ്രതീക്ഷിക്കാം. ഞാൻ പറയുകയാണെങ്കിൽ അത് തന്നെ നല്ല പ്രതീക്ഷിക്കാം. പാട്ടും കാര്യങ്ങളൊക്കെ BGM അടിപൊളിയാണ്. നമ്മളെ വിനീത് ശ്രീനിവാസനും ഡാൻസ് ശ്രീനിവാസനും ഒക്കെ കൊടുത്ത BGM ഒക്കെ അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്. ഓക്കെ പടം ഓൺലി മാഡ്നസ്. ഒരു ഓക്കെ പടം കൊള്ളാം. അവരെങ്ങനെ പറഞ്ഞിറക്കിയ പടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവര് പറഞ്ഞ ആ രീതി വെച്ച് കാണും. അങ്ങനെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും, ദഹിക്കത്തോട്. ആ പടം വെറുതെ നല്ല. ഗോകുലം ഗോപാലിനെ പറ്റി രണ്ട് ഞാൻ വല്ലതും പറഞ്ഞ വിവാദം അത് പറയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗോകുലം ഗോപാലിനെ പറ്റി. കൊള്ളാം, കുഴപ്പമില്ല. ആന്റണി പെരുമ്പാവൂരാണോ ഇനി ഗോകുലം ഗോപാലാണോ? ആന്റണി പെരുമ്പാവൂരാണോ അതോ ഗോകുലം ഗോപാലാണോ?